നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണ്. അതായത് ഇവിടെ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നല്ല കരിങ്കൽ പാകിയ വഴിയോരങ്ങളും അതുപോലെ തന്നെ ലൈറ്റ് ഡെക്കറേഷൻ അങ്ങനെ പല വിധത്തിലുള്ള പല മാറ്റങ്ങളും ഈ ഒരു ഡ്രൈവിംഗ് ബീച്ചിൽ വരുത്തിയിട്ടുണ്ട്. ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, കമോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കുണ്ട്. ഒരു കണ്ണൂർ പയ്യാമൽ ബീച്ചിനേക്കാൾ ഒരുപാട് ആൾക്കാർ വരുന്ന ബീച്ചാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ആ ബീച്ചിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിൽ പൂട്ടിയ സമയം കൂടിയാകുമ്പോൾ ഒരുപാട് ആൾക്കാർ. അത്രയും സൗകര്യങ്ങളൊക്കെയുള്ളൊരു ബീച്ച്. മുഴപ്പിലങ്ങാട് ബീച്ചിലൂടെ നടക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. അതായത് കടയിൽ നിന്ന് കയറ് കെട്ടിയിട്ട് ഇങ്ങോട്ട് കരയിലേക്ക് എന്തോ വലിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇത് വലയിട്ടിട്ട് മീനെ പിടിക്കുന്ന ഒരു കാഴ്ചയാണത്. അപ്പോൾ ഞങ്ങൾ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വല പൂർണ്ണമായിട്ടും കരയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്, വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് മീൻ കുടുങ്ങിയിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് മീനുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ കാണുന്നില്ലേ, വല ഇങ്ങനെ നീർക്കുമ്പോൾ അതിൽ ഒരുപാട് വലിയ വലിയ മീനുകൾ ഉണ്ട്, കാണുന്നില്ലേ. അപ്പോൾ അത് ഇവർ വലയിൽ നിന്ന് എടുത്തിട്ട് സഞ്ചിയിലാക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് അവിടുന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ അന്ന് സമയം തന്നെ തൂക്കിയിട്ട് വിൽക്കും, ആവശ്യക്കാർക്ക് മേടിക്കാം. അപ്പോൾ ഇത് കാണുന്നില്ലേ, ഒരുപാട് വലിപ്പത്തിലുള്ള ഫ്രഷ് മീനുണ്ട്, പല ഐറ്റംസ് ഉള്ള മീനുകൾ നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ പിടിക്കുന്നതും കാണാൻ പറ്റും. അതുപോലെ കുതിര സവാരിയുണ്ട്. ഇവിടെ ഈ കാണുന്ന ദൂരത്താണ് കുതിര കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കുതിര സവാരിയുണ്ട്. ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് നമുക്ക് ഏകദേശം 1 കിലോമീറ്ററോളം പോയിട്ട് കടലൊക്കെ ചുറ്റിക്കറങ്ങി കാണാം. ഒരാൾക്ക് 100 രൂപയാണ് അതിൻ്റെ ചാർജ് ഈടാക്കുന്നത്. ഇത് ഫോട്ടോ പോയിൻ്റാണ്. ഇവിടെ കാണുന്നതാണ് ഫോട്ടോ പോയിന്റ്. ഫാമിലിയെല്ലാം വന്നു കഴിഞ്ഞിട്ട് നേരെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പല കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള
പല കുട്ടികളുടെ കളിക്കുന്ന പല ഐറ്റംസൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഏകദേശം സന്ധ്യയായി. അപ്പോൾ ആ സമയത്തുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ലൈറ്റൊക്കെ കത്തിത്തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ മേലെ ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ച നടപ്പാതയിലൂടെ നടന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുവഴി എന്താക്കാം ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, സമയം ഏകദേശം ഇരുടായി. മുഴപ്പിലങ്ങാട് ബീച്ചിലെ പുതിയ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പം കണ്ടത്. അപ്പോൾ ഒരുപാടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോകുന്നത് അറിയില്ല. അത്രയും കാണാനും ആസ്വദിക്കാനും ഇവിടെ ഉണ്ട് ഇവിടെ വന്നാൽ. അപ്പോൾ ഞങ്ങളേതായാലും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും തരിക. ഇതുപോലുള്ള പലവിധ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, കണ്ടുമുട്ടാം. ഗുഡ് നൈറ്റ്.